ഒരു പാകിസ്ഥാൻ ഏജന്റിന് മുന്നിലും അസം മുട്ടുകുത്തില്ല. കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹിമാന്ത ബിശ്വ ശർമ്മ. പാകിസ്ഥാൻ ഏജന്റിനും സംസ്ഥാനം വഴങ്ങില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം നാഗോണിൽ കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കവേ അസം മാറിയിരിക്കുന്നുവെന്നും സംസ്ഥാനത്തെ ജനങ്ങൾ അജ്ഞാതർക്ക് കീഴടങ്ങില്ലെന്നും ശർമ്മ പറഞ്ഞു. ഇന്നലെ കോൺഗ്രസ് എം പി ഗൗരവ് ഗൊഗോയ് ഈ പദ്ധതിയെ എതിർത്തിരുന്നു. പക്ഷേ ഞാൻ അദ്ദേഹത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു അസമീസ് ജനതയും ഒരു പാകിസ്ഥാൻ ഏജന്റിനും അജ്ഞാതരായ ആളുകൾക്ക് മുമ്പിലും കീഴടങ്ങരുത്. ഇതൊരു പുതിയ അസമാണ്. 2 ദിവസത്തിനുള്ളിൽ അസമിന് 3 പുതിയ ട്രെയിനുകൾ നൽകിയതിന് പ്രധാനമന്ത്രിയോട് ഞങ്ങൾ നന്ദിയുള്ളവരാണെന്നും ബിശ്വ ശർമ്മ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ 10,000 കലാകാരന്മാർ ബാഗൂരുമ്പ നൃത്തം അവതരിപ്പിച്ചുവെന്നും അസം ഇപ്പോൾ പുതുക്കിയ ആത്മാഭിമാനത്തോടെ നിലകൊള്ളുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സാംസ്കാരികവും വികസനപരവുമായ നേട്ടങ്ങൾ അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. പ്രധാനമന്ത്രിയുടെ അനുഗ്രഹത്താൽ അസം ഇപ്പോൾ സ്വന്തം ബഹുമാനത്തോടെ നിൽക്കുന്നു. അസം ഇപ്പോൾ മാറി. കാസിരംഗയിൽ ആരും കാണ്ടാമൃഗത്തെ കൊല്ലാൻ ധൈര്യപ്പെടുന്നില്ല. ഏകദേശം 7,000 കോടി രൂപ ചിലവിൽ കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പൂർത്തിയായ ശേഷം യാത്രാ സമയം 1 മണിക്കൂർ കുറയും. 2026 അസം നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ആത്മവിശ്വാസം പ്രകടിപ്പിച്ച ശർമ്മ ബ്രഹ്മപുത്രയ്ക്ക് കുറുകെയുള്ള പാലങ്ങൾ, ഒരു അണ്ടർ വാട്ടർ ടണൽ, കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന അടിസ്ഥാന സൗകര്യ പദ്ധതികൾ യാഥാർത്ഥ്യമായിട്ടുണ്ട്. 2026 അസമിൽ BJP വീണ്ടും സർക്കാർ രൂപീകരിക്കുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർട്ടി ഒരു സമ്മാനം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. നാഗോൺ ജില്ലയിലെ കാലിയാബോറിൽ ദേശീയപാത 715 കാലിയാബോർ നുമാലിഗഡ് ഭാഗത്തിന്റെ 4 വരിപ്പാത വികസിപ്പിക്കുന്ന കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പദ്ധതിയുടെ ശിലാസ്ഥാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഞായറാഴ്ച നിർവഹിച്ചു. 6,950 കോടിയിലധികം രൂപ വിലമതിക്കുന്നതാണ് ഈ പദ്ധതി. ഗുവാഹത്തി റോഹ്തക് അമൃത് ഭാരത് എക്സ്പ്രസ്, ദിബ്രുഗഡ് ലക്നൌ അമൃത് ഭാരത് എക്സ്പ്രസ് എന്നീ 2 പുതിയ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു. 86 കിലോമീറ്റർ നീളമുള്ള കാസിരംഗ എലിവേറ്റഡ് കോറിഡോർ പദ്ധതി പരിസ്ഥിതി സൗഹൃദപരമായ ഒരു ദേശീയപാതാ പദ്ധതിയാണ്. കാസിരംഗ ദേശീയോദ്യാനത്തിലൂടെ കടന്നു പോകുന്ന 35 കിലോമീറ്റർ എലിവേറ്റഡ് വൈൽഡ് ലൈഫ് കോറിഡോർ, 21 കിലോമീറ്റർ ബൈപ്പാസ് സെക്ഷൻ, നിലവിലുള്ള NH 715 ഹൈവേ സെക്ഷന്റെ 2 മുതൽ 4 വരെ വരി വീതി എന്നിവ ഇതിൽ ഉൾപ്പെടും. പാർക്കിന്റെ സമ്പന്നമായ ജൈവ വൈവിധ്യത്തിന്റെ സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം പ്രാദേശിക കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക എന്നതാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. നാഗോൺ, കർബി, ആംഗ്ലോങ്, ഗോരാഘട്ട് ജില്ലകളിലൂടെ കടന്നു പോകുന്ന ഈ പദ്ധതി അപ്പർ അസമിലേക്കുള്ള, പ്രത്യേകിച്ച് ദിബ്രുഗഡ്, ടിൻസുകിയ എന്നിവിടങ്ങളിലേക്കുള്ള കണക്ടിവിറ്റി ഗണ്യമായി മെച്ചപ്പെടുത്തും. എലിവേറ്റഡ് വന്യജീവി ഇടനാഴി മൃഗങ്ങളുടെ തടസ്സമില്ലാത്ത ചലനം ഉറപ്പാക്കുകയും മനുഷ്യ വന്യജീവി സംഘർഷം കുറയ്ക്കുകയും ചെയ്യും. ഇത് റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുകയും യാത്രാ സമയവും അപകട നിരക്കും കുറയ്ക്കുകയും യാത്രക്കാരുടെയും ചരക്ക് ഗതാഗതത്തിന്റെയും വളർച്ചയെ പിന്തുണയ്ക്കുകയും ചെയ്യുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.